Thank you very much. Thank you very much. Thank you, Mrs. How are you doing? എന്തൊക്കെയുണ്ട് എല്ലാവരും ചെയ്യുന്നത്? സുഖമായിട്ട് ഇരിക്കുന്നോ? എങ്ങനെ പോകുന്നു? VI ടയർഡ് ആണോ? ഹാപ്പി? ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് കാര്യങ്ങള് കേൾക്കുന്നുണ്ടാവും, റൈറ്റ്? സോ ഇന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്ത BICC ആണ്, റൈറ്റ്? സോ എല്ലാ കാര്യങ്ങളും ഏഞ്ചൽ സച്ചിൻ ഗുപ്ത യുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് മനീഷ് ഭായി ആണ് കോപ്പി ചെയ്തത്, റൈറ്റ്? റൈറ്റ്. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു BICC അറ്റൻഡ് ചെയ്യേണ്ടത്, റൈറ്റ്? മൈൻഡ് സെറ്റ്, ഇരിക്കുന്ന രീതി, റൈറ്റ്? അത് കഴിഞ്ഞിട്ട് EC ആദിത്യ ബൻസാൽ ഒരുപാട് YNM മോഡ്യൂൾസ് എടുത്തു, റൈറ്റ്? കമ്പനിയുമായി ബന്ധപ്പെട്ടത്, ഇൻഡസ്ട്രി ഒക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു, റൈറ്റ്? Then Duke is share from Vietnam, റൈറ്റ്? ഒരുപാട് ലൈഫിൽ സക്സസ് കൊണ്ടെന്നാണ്. അതിനുശേഷം നമ്മുടെ ജനറൽ നമുക്ക് ഒരുപാട് കമ്പനിയുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ തന്നെ തന്നു, റൈറ്റ്? അതിനുശേഷം ഇപ്പോ റീസെന്റ് ശോധ പ്രോസ്പെക്റ്റീവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ, റൈറ്റ്, ഷെയർ ചെയ്ത് തന്നു. സോ എനിക്ക് ചോദിക്കാനുള്ളത്, എത്ര ആൾക്കാർക്ക് ഇപ്പൊ ഒരു കോൺഫിഡന്റ് വന്നു നിങ്ങൾ ചെയ്യുന്ന കമ്പനി, ബിസിനസ് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ? എല്ലാ ടൈമിൽ സെഷനുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ലേണിങ്സുകൾ കിട്ടും, റൈറ്റ്? സോ നമുക്ക് പുതിയ കിട്ടാറുണ്ട്. റൈറ്റ്? സോ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും, അറിയാൻ വേണ്ടി പറ്റും, അവർ ഫേസ് ചെയ്ത ചലഞ്ചുകൾ അറിയാൻ വേണ്ടി പറ്റും. സോ ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് ഇതെല്ലാം ഇങ്ങോട്ടാണ് പോകുന്നത്, റൈറ്റ്? എന്താണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ, റൈറ്റ്? ശരിക്കും പറഞ്ഞ സൈനപ്പ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് 2 വട്ടമാണ് നടക്കുന്നത്. സൈനപ്പ് എന്ന് പറഞ്ഞാൽ ഓക്കെ, 2 ടൈപ്പ് ഓഫ് സൈനപ്പുകൾ നടക്കുന്നുണ്ട് ഈ ബിസിനസ്സിൽ, റൈറ്റ്? സോ നമ്മൾ UV പർച്ചേസ് ചെയ്യുന്നതും രജിസ്റ്റർ ചെയ്യുന്നതും ഒരു ടെക്നിക്കൽ ടൈപ്പ് ഓഫ് സൈനപ്പാണ്, ടെക്നിക്കൽ സൈനപ്പാണ്. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് ടെക്നിക്കൽ സൈനപ്പ്. സോ എത്ര ആൾക്കാർ ചിന്തിക്കുന്നുണ്ട് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഡിസിഷൻ ആണ് എടുത്തതെന്നുള്ളത്? സൈനപ്പില് നമ്മൾ സൈനപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബിഗ് ഡിസിഷൻ അല്ലേ ലൈഫില്, റൈറ്റ്? സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈനപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ലൈഫിൽ ഒരു വലിയ ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റൈറ്റ്? I'm sitting in here, the VP's house. അപ്പൊ അവിടെ കംപ്ലീറ്റ് ഓട്ടോമാറ്റിക്, റൈറ്റ്? സോ മെന്റൽ സൈനപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
സോ എന്റെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ എന്ത് ഡിസിഷനാണ് എടുത്തിട്ടുള്ളത് ലൈഫിൽ? ഓക്കെ. സോ നമ്മള് സാധാരണ ഇപ്പൊ ഉണ്ടല്ലോ, എന്ത് ഭക്ഷണം കഴിക്കും, എന്ത് വസ്ത്രം ധരിക്കും എന്നുള്ളത് പോലെയുള്ള ഒരു ഡിസിഷൻ ആണോ? നാളെ ലൈഫില് ചിലപ്പം വലിയൊരു ഒരു പ്രശ്നമായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇന്നത്തിനേക്കാളും വലുതായിരിക്കും നാളെ ഫേസ് ചെയ്യുന്നുണ്ടാവാം. ഇപ്പൊ നിങ്ങളൊരു ബുക്ക് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് വായിക്കും, അതിന്റെ കാര്യങ്ങളൊക്കെ അറിയും, അത് ഗ്രാബ് ചെയ്യും, എന്നിട്ട് ആ ബുക്ക് മടക്കിയിട്ട് തിരിച്ച് ലോക്കറിൽ വെക്കും. വേറെ എന്താ സംഭവിക്കുക? മനുഷ്യന്മാരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ ലൈഫിലെ പല തീരുമാനങ്ങളും നമ്മളല്ല എടുക്കുന്നത്, പലരും അതിനെടുക്കുന്നു. ചിലപ്പോ നമ്മള് കുട്ടികളായിട്ട് നമ്മൾ വളരുന്ന സമയത്ത് നമ്മുടെ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് പാരന്റ്സ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്, അല്ലെ? നമ്മൾ എവിടെ ജീവിക്കണം, നമ്മൾ എവിടെയാണ് വീട് വെക്കുന്നത്, നമ്മൾ എവിടെയാണ് പഠിക്കുന്നത്, ഏത് സ്കൂളിൽ പഠിക്കണം, എല്ലാം പാരന്റ്സിലൂടെയാണ് അതിന്റെ ഡിസിഷൻ വരുന്നത്. സോ മോസ്റ്റ് ഓഫ് ദ ആൺകുട്ടികളും അല്ലെങ്കിൽ അവർ കല്യാണം കഴിക്കുന്നത് വരെ പാരന്റ്സ് പ്രകാരമായിരിക്കും കുറെ ആൾക്കാരൊക്കെ കല്യാണം വരെ കഴിക്കുന്നത്, റൈറ്റ്? സോ ലൈഫിൽ നിങ്ങളൊരു എടുക്കുന്നത് മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഡിസിഷനാണ്. വലിയ നമ്മൾ സ്വന്തമായിട്ടൊരു വീട് വെക്കാന്ന് പറഞ്ഞാൽ ഒരു ബിഗ് ഡിസിഷനാണ്. സോ നമ്മളൊരു ലൈഫിൽ ഇപ്പൊ നിങ്ങൾ ഒരു സ്വന്തമായിട്ടുള്ള വീട് വെക്കണം എന്ന് പറഞ്ഞ തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിസിഷൻ നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ഒരുപാട് ചലഞ്ചിലൂടെ നിങ്ങൾ പോകേണ്ടി വരും. ഇറ്റ്സ് നോട്ട് ഈസി. നമ്മളൊരു ആ കുട്ടികളെ നമ്മൾ വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു കാര്യമില്ല. നമുക്ക് ഒരുപാട് അറ്റൻഷൻ കൊടുക്കേണ്ടി വരും, ഒരുപാട് പെയിൻ എടുക്കേണ്ടി വരും, റൈറ്റ്? അപ്പോ യൂണിറ്റ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ ഏത് തരത്തിലുള്ള ഒരു തീരുമാനമാണ്, ഏത് തരത്തിലുള്ള ഡിസിഷനാണ്, ഭാഗമാണ്? നമുക്കിപ്പോ ഒരു മരം നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ വേണം? മരം കുഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് അതിനു വേണ്ട നിലം ഉഴുതു മറിച്ച് അതിനു വേണ്ട വളം ചെയ്ത് ഇതൊക്കെ ചെയ്തിട്ടാണ് നമ്മളൊരു മരം വെച്ച് കഴിഞ്ഞാൽ ആ മരം പ്രോപ്പറായിട്ട് വളരുള്ളൂ. സോ നമുക്ക് എന്ത് തരത്തിലുള്ള മരം വേണോ അതിനനുസരിച്ചിട്ടുള്ള സീഡ് വേണം നമ്മൾ ഇടാനായിട്ട്. അപ്പൊ നമുക്കൊരു മാംഗോ വേണം, മൂച്ചി വേണമെങ്കിൽ നമ്മളൊരു വാഴപ്പഴം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുമോ? വാഴ വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ല. വാഴ വെച്ച് കഴിഞ്ഞാൽ മാങ്ങ കിട്ടില്ല,
അപ്പൊ എന്താണോ നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ എന്താണോ നമ്മൾ ചെയ്യുന്നത് അതാണ് നമുക്ക് നാളെ കിട്ടാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങള് ഒരുപാട് ആൾക്കാര് ഇപ്പൊ ഈ ബിസിനസ്സില് നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ തീരുമാനം നിങ്ങളുടെ ലൈഫിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡിസിഷൻ ആണോ അതോ അല്ലേ? സോ അങ്ങനെ നിങ്ങളുടെ ആ ചോദ്യത്തിന്റെ ഉത്തരം യെസ് എന്നാണെങ്കിൽ പിന്നെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ആ ഒരു വലിയ ഡിസിഷന്റെ പിന്നിലുള്ള വർക്കിന് നിങ്ങൾ അല്ലെങ്കിൽ അത് ആ ഡിസിഷൻ സക്സസ്ഫുൾ ആക്കി എടുക്കാന് അതിന് വേണ്ട എഫേർട്ട് ഇടാൻ നിങ്ങൾ റെഡി ഉണ്ടോ ഇല്ലയോ എന്നുള്ള. ബിക്കോസ് ഞാൻ ചോദിക്കുന്ന ആയിട്ട് നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ തന്നെ ചോദിക്കുക, നിങ്ങളുടെ ഹാർട്ട് എന്ത് തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏത് തീരുമാനമാണ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ. എല്ലാ കാര്യവും ഇപ്പോ ഈ ഒരു ബിസിനസ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവരും റോക്ക് സ്റ്റാർ ആയിട്ടുള്ളതായിട്ട് അല്ലെങ്കിൽ ഉയരങ്ങളിലേക്ക് എത്തൂല. ബിക്കോസ് വേണമെങ്കിൽ ഇന്ന് ഈ സെഷൻ കഴിഞ്ഞാല് നിങ്ങൾ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യുന്നത്. നിങ്ങൾ ഒരുപാട് പേര് പഠിക്കുന്ന ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ടാവും, ലൈക്ക് എൻട്രൻസ്. ദാറ്റ് IIT, യു സീ ദിസ് IIT ഒരുപാട് ആൾക്കാർക്ക് ചിലപ്പം അറിയില്ലായിരിക്കും. സോ IIT എന്ന് പറഞ്ഞാല് വൺ ഓഫ് ദ വേൾഡിലെ ടഫസ്റ്റ് ആയിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് IIT. ഈ IIT-യിലേക്ക് കുട്ടികളെ പഠിപ്പിച്ച് കോച്ചിങ് ചെയ്ത് എനിക്ക് കാപ്പബിൾ ആക്കുക എന്ന് പറഞ്ഞത് തന്നെ ഒരു വലിയ ബില്യൺ എക്സ്പെൻസ് വരുന്ന ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, അല്ലെങ്കിൽ അത് ഒരു എക്സ്പെൻസ് വരുന്ന കോഴ്സ് വരുന്ന ഒരു ബിസിനസ് ആണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ട്രെയിനിങ് ഏത് തരത്തിലായിരിക്കും നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു IIT പോലെയുള്ള പിന്നെ എൻട്രൻസ് എക്സാമിന്റെ ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യുക? മറ്റുള്ള പുറത്തുനിന്നുള്ള ഡിസ്റ്റർബും സൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമോ അതോ നിങ്ങൾ അതിലേക്ക് തന്നെ ഫോക്കസ്ഡ് ആയിരിക്കുമോ? സി ഇപ്പൊ നിങ്ങൾ സ്പോർട്സ്മാൻമാരെ കണ്ടിട്ടില്ലേ? അവര് ആ ഒരു സ്പോർട്സിൽ അച്ചീവ്മെന്റ്സ് കിട്ടണമെങ്കിൽ അവര് കംപ്ലീറ്റ് ട്രാൻസ്ഫോം ആവണം. അതിന് വേണ്ടിയിട്ട് അവര് സമർപ്പണം നടത്തിയാലാണ് സ്പോർട്സിൽ സക്സസ് ഉണ്ടാവുക. ഞാൻ ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് എനിക്ക് കുറച്ച് സൈനപ്പുകൾ വന്നു, കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, കുറച്ച് ആൾക്കാർ സൈനപ്പുകൾ വന്നു, പിന്നെ അവർ സ്റ്റിക്ക് ഓൺ ചെയ്തില്ല. അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാൻ വീക്ക് ഓണിന് പോയി. ഓക്കെ,
സോ സെപ്റ്റംബറിൽ നിങ്ങൾ വീക്കോൺ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് വീക്കോൺ എന്നുള്ളത്. സോ ആ ഒരു വീക്കോണില് ഒരു സെഷനില് എടുത്ത ഒരു 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 എന്താ പറയാ ഒരു സെഷൻ ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് കമ്പനിയിൽ നിന്ന് വാങ്ങുക എന്നുള്ളത് ലൈഫിൽ ഒരു വലിയ ഡിസിഷൻ ആയിരുന്നു. ആ ഒരു വീക്കോണിന് ശേഷം എന്റെ മൈൻഡ് സെറ്റിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ആ ഒരു ഡിസിഷൻ ഞാൻ ലൈഫിൽ ഇന്ന് എടുത്തത് കൊണ്ട് ഇന്ന് എന്റെ ലൈഫിൽ എന്താ 360 ഡിഗ്രി എന്റെ ലൈഫിൽ ഇന്ന് വന്നത് ബിക്കോസ് ഓഫ് ദാറ്റ് ഡിസിഷൻ. സോ നമ്മള് സൈനപ്പ് ചെയ്തതിന് ശേഷം എന്റെ ഫാമിലിക്ക് ജോലിയുടെ സമയത്ത് ഫാമിലിക്ക് കൊടുത്തിരുന്ന ടൈമും പോലും ഞാൻ ബിസിനസ്സിനായിരുന്നു കൊടുത്തിരുന്നത്. അതൊരിക്കലും എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. കാരണം എന്റെ ലൈഫിൽ വലിയൊരു തീരുമാനമാണ്, ഞാൻ ഡിസിഷനാണ് എടുത്തത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത്രയും ഹാർഡ്ലി വർക്ക് ചെയ്യാനായിട്ട് റെഡി ആയത്. ആ സമയത്ത് സൂം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കംപ്ലീറ്റ് സിസ്റ്റം റീസെൽ എല്ലാം ഫിസിക്കലായിരുന്നു. എവറി ഡേ വി നീഡ് ടു ബി ഫിസിക്കലി മീറ്റ്, ഫിസിക്കലി ഗോ, ഫിസിക്കലി വെൻ ടു ദെയർ, ഹിയർ ആൻഡ് ദെയർ, ലോട്ട് ഓഫ് തിങ്സ്. സോ അങ്ങനെ ഞാൻ എന്റെ ലൈഫിലെ ഒരു ഡിസിഷൻ സ്ട്രോങ് ആയിട്ട് എടുക്കുകയും ജോബിൽ നിന്ന് ക്വിറ്റ് ചെയ്യുകയും പിന്നീട് കംപ്ലീറ്റ്ലി ഫിസിക്കലി ബിസിനസ്സിനെ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുകയൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സിൽ ഒരു റിയൽ ഞാൻ അന്ന് എന്റെ ആ തീരുമാനം ഒരു ലൈഫിൽ ചെറിയ ഡിസിഷൻ ആയിട്ട് എടുത്തിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇന്ന് ഈ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് എത്തൂലായിരുന്നു. മനസ്സിലായില്ലേ? സോ എത്ര ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് ആഫ്റ്റർ BIക്ക് വന്നതിന് ശേഷം അത് അവരുടെ ലൈഫിൽ കുറെ മാറ്റങ്ങൾ വരാൻ വേണ്ടി തുടങ്ങി എന്നുള്ളത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, എനിക്ക് എന്നെ സംബന്ധിച്ച് എന്റെ ബിസിനസ്സിൽ ഈ ബിസിനസ് എനിക്ക് ആവശ്യമുള്ള, എന്റെ ലൈഫിൽ ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റിയത് ഈ ബിസിനസ്സിലൂടെയാണ്. ഞാനിപ്പോ ഇരിക്കുന്നത് ഞാനിപ്പോ ഇരിക്കുന്ന വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം $25 മില്യൺ വർത്ത് വരുന്ന ഒരു വീട്ടിലാണ് ഞാൻ ഇപ്പൊ ഇരിക്കുന്നത്. നമ്മുടെ അപ്ലൈ ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് സ്റ്റാർ വേൾഡ് ആണോ അതോ സ്റ്റാർ മാക്സ് ഉണ്ടോന്ന് അറിയില്ല, ഒരു ചാനലില് അതിനകത്തൊരു ഷോ ഉണ്ടായിരുന്നു. ആൾക്കാരുടെ ലൈഫ് സ്റ്റൈല്, വലിയ റിച്ചസ്റ്റ് ആയ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലിന്റെ കഥ പറയുന്ന ഒരു 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 ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പോയി കാണുമ്പോ ഇങ്ങനെ ഞാൻ ആ വീഡിയോസ് ഒക്കെ കാണുമ്പോ വിചാരിക്കുമായിരുന്നു, ഈ $multi-million വീട് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിന്റെ ഉള്ളിൽ ഉണ്ടാവുക, എന്തിനാണ് ഇത്രയും പൈസ വരുന്നത്?
ഈ ഒരു ഒരു ലൈഫിൽ ഒരാള് ഒരു ബിഗ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഇന്നിപ്പോ ഈ പറയുന്ന ഈ പറഞ്ഞ 25 ബില്യൺ വീടോ അല്ലെങ്കിൽ നിങ്ങളോ ഞാനൊന്നും അന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു ഡിസിഷനിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ദിവസം അദ്ദേഹം ഒരു തീരുമാനം എടുത്തു, അത് ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസിഷനായി ആക്കി മാറ്റി. അതിനു വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ അദ്ദേഹം വർക്ക് ചെയ്യാൻ റെഡി ആയപ്പോഴാണ് പിന്നീട് ഇന്ന് നമ്മൾ കാണുന്ന സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ ഇതേപോലെ തന്നെ നിങ്ങളുടെ തീരുമാനം, നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം വലുതാണോ ചെറുതാണോ എന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഓരോരുത്തർക്കും. എല്ലാവരും ദൈവത്തിനോട് അവരെണീറ്റ് പ്രാർത്ഥിച്ച് ദൈവത്തിനോട് പറയും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ തരണേ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വഴികൾ തുറന്നു തരണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്, റൈറ്റ്? നിങ്ങൾക്കറിയോ ഇത് ദൈവം തന്നിട്ടുള്ള അതുപോലുള്ള ഒരു പാത്താണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഇത് അറിയോ? സോ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ടെക്നിക്കൽ സൈനപ്പ് എന്ന് പറയുന്ന ആ ഒരു ടെക്നിക് ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് മെന്റലി നിങ്ങൾ എടുക്കുന്ന ബിഗ് ഡിസിഷൻ ആയിട്ടുള്ള ആ ഒരു തീരുമാനം, ബിഗ് ഡിസിഷൻ, ഓക്കെ, മെന്റലി എടുക്കുന്ന ഡിസിഷൻ, അതാണ് നിങ്ങളെ ഒരുപാട് ദൂരങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ. സോ നിങ്ങളുടെ ഈ ഒരു സക്സസിലൂടെ ഒരുപാട് ആൾക്കാരുടെ ലൈഫും ചേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു പവർ നിങ്ങൾക്കുണ്ട് ഈ ബിസിനസ് കൊണ്ട്. സോ മറ്റുള്ളവരുടെ ലൈഫിന്റെ കാര്യം നിങ്ങൾ വിടും, നിങ്ങളുടെ ലൈഫിനെ പറ്റിയിട്ട് തന്നെ നിങ്ങൾക്ക് ചിന്തയുണ്ടാവും. സോ നമ്മൾ ആ ഡിസിഷൻ, നിങ്ങൾ വലിയ ഡിസിഷൻ ആണോ ചെറിയ ഡിസിഷൻ ആണോ ഈ ബിസിനസ് തുടങ്ങാൻ എടുത്ത തീരുമാനം എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഇന്നത്തെ നിങ്ങളുടെ ലൈഫ് എങ്ങനെ പോകുന്നു എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇന്ന് നിങ്ങളുടെ സക്സസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നോക്കുക നിങ്ങളുടെ ഡിസിഷൻ എന്താണെന്നുള്ളത്. സോ ഒരുപാട് റോഡ് മാപ്പുകൾ വരുന്നു, LS മെയിൽ വരുന്നു, LDC വരുന്നു, അതിന് LDC ഒക്ടോബർ വരുന്നുണ്ട്, സഫയർ റിട്രീറ്റ് വരുന്നുണ്ട്. സോ ഈ ഒരു ക്യാമ്പുകളൊക്കെ വരുമ്പോ നിങ്ങൾ ഇത് ക്വാളിഫൈ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ഈ ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ട് എന്ത് ഹാർഡ് വർക്കാണ് ചെയ്യുന്നത്? സോ നിങ്ങൾ ഇത് ക്വാളിഫൈ ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കണക്കാക്കാം നിങ്ങളുടെ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ബിഗ് ഡിസിഷൻ അല്ലായിരുന്നു. ബിക്കോസ് നിങ്ങൾക്ക് ഇത് ബിഗ് ഡിസിഷൻ ആക്കി മാറ്റാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ യു വിൽ ഡെഫിനറ്റ്ലി ക്വാളിഫൈ ഓൾ ദ ക്യാമ്പ്സ് in a continuously, right? You can go to very high. Right? നമ്മൾ BI ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്, BIയുടെ ലീഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ,
അതിന്റെ ഏകദേശം ഫസ്റ്റ് ഹാഫ് കഴിയാറായി. സോ എവിടെയാണ് നിങ്ങളുടെ പൊസിഷൻ? റൈറ്റ്. സോ നിങ്ങൾ ഏത് പൊസിഷനിൽ ഇപ്പൊ നിൽക്കുന്നോ ആ നിങ്ങൾക്ക് നാളെ എവിടെ വേണമെങ്കിലും എത്താനുള്ള സാധ്യത സ്റ്റിൽ ഇപ്പോഴും ബാക്കിയുണ്ട് വി ഐയിൽ. മനസ്സിലായോ? സോ ബി ഐക്ക് നിങ്ങളുടെ ബി ഐയിലെ നിങ്ങളുടെ സിസ്റ്റം കൗണ്ട് ആണ് വീക്കോണിലേക്ക് നിങ്ങൾ എത്ര സിസ്റ്റം കൗണ്ടുമായിട്ട് പോകുന്നു എന്നുള്ളത് ഡിസൈൻ ചെയ്യുന്നു. വീക്കോണിന്റെ സെപ്റ്റംബറിലെ വീക്കോണിലേക്ക് നിങ്ങൾ എത്ര സിസ്റ്റം കൗണ്ടുമായിട്ട് പോകുന്നു അതാണ് അടുത്ത ബി ഐ ജനുവരിയിലെ 2026 ജനുവരിയിലെ ബി ഐ നിങ്ങളുടെ റോഡ് മാപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം കൗണ്ട് ഡിഫൈൻ ചെയ്യുന്നു. ഇതെല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് കണക്റ്റഡ് ആണ്. ബി ഐ ഫസ്റ്റ് എഡിഷൻ, വീക്കോൺ, ബി ഐ എൽ, എവറിത്തിങ്. ഒരു വാക്കുണ്ട്, റോം എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയ ഒന്നല്ല. താജ്മഹൽ 20 വർഷം എടുത്തിട്ട് ഉണ്ടാക്കിയതാണ്. ഓവർനൈറ്റ്. ഓക്കെ, ഇതൊക്കെ ഒരുപാട് ക്ഷമ വേണം, സമയമെടുക്കും, ഹാർഡ് വർക്ക് വേണം, കൺസിസ്റ്റൻസി വേണം. ഇതിലൂടെയാണ് ഒരു ചരിത്രം പിറക്കുന്നത്. റൈറ്റ്. നമ്മളൊരു വിത്തിടും, ആ വിത്ത് മുളക്കും, അത് മരമാകും, അത് മരമായിട്ട് അത് വളർന്ന് വലുതാവും, പിന്നീട് അത് ഫ്ലവറിങ് തരും. ഇറ്റ് വിൽ ടേക്ക് ടൈം. അതല്ലാതെ ഒരു സീഡ് ഇട്ടാല് ഉടനെ തന്നെ നമുക്കത് ഫലം കിട്ടുമോ, കായ കിട്ടുമോ? കിട്ടില്ല. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്താണോ നിങ്ങൾ ഇവിടുന്ന് എടുക്കുന്നത് ഈ BICCയിൽ നിന്ന്, അതുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ എന്താണോ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണോ അതാണ് നിങ്ങളുടെ നാളെ ഡിഫൈൻ ചെയ്യും. മനസ്സിലായോ? അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ലൈഫിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡിസിഷൻ ആയിട്ട് ഇത് മാറ്റും. അതല്ലെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ടെക്നിക്കൽ ഡിസിഷൻ ടു സ്റ്റാർട്ട് ദ ബിസിനസ്. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള മൈൻഡ് സെറ്റില് റൈറ്റ് ആയിട്ടുള്ള പിന്നെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് പ്രോപ്പർ സക്സസ് ഉണ്ടാവുക. എന്താണോ ഞാൻ പഠിച്ചത്, എന്താണ് ഞാൻ മനസ്സിലാക്കിയത്, എന്താണ് കറക്റ്റ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ കണ്ട് പഠിച്ച് അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന് റിസൾട്ടും കാര്യങ്ങളും ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? ക്യാഷ് എന്ന് പറഞ്ഞത് വെറും ഒരു ബൈ പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ. സോ ആഡി രാവിലെ പറഞ്ഞു, ഓൺടർപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് മാനും ഓൺടർപ്രണറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ആഡി രാവിലത്തെ സെഷനിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സോ നിങ്ങൾ ഇന്ന് ഇവിടുന്ന് പോകുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങൾ ക്യൂനെറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണോ അതോ നിങ്ങളുടെ ലൈഫിലെ ഒരു ബിഗ് ഡിസിഷൻ ആണോ എന്നുള്ളത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. സോ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളതും നിങ്ങളോട് പറയാനുള്ളതും ഈ ഒരൊറ്റ ചോദ്യമാണ്. ഓക്കെ,
സോ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ. സോ നാളെ ഡേ 2 വളരെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ വരാനുണ്ട്. ലോട്ട് ഓഫ് എക്സൈറ്റ്മെന്റ് കാര്യങ്ങളായിട്ടുള്ള വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നാളെ ഉണ്ട്. എല്ലാവരും റെഡി ആവുക, നേരത്തെ തന്നെ റെഡി ആവുക വിത്ത് ലോട്ട് ഓഫ് എനർജി. ഓക്കെ. സോ നാളെ നമുക്ക് വീണ്ടും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കാണാം, കുറെ കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ. Okay, so see you and bye-bye.